സംസ്ഥാനത്ത് സ്റ്റാമ്പ് ഡ്യൂട്ടി കുറച്ചുകൊണ്ടുള്ള ഓർഡിനൻസ് പുറത്തുവന്ന ശേഷം നഗരത്തിലെ ചില സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ പ്രസ്തുത ഓർഡിനൻസിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ന്യായവില ആധാരങ്ങൾ പ്രതിപാദിക്കണമെന്ന് സബ് രജിസ്ട്രാർമാർ ആധാരമെഴുത്തുകാരോട് നിർബന്ധിക്കുന്നതായി ആക്ഷേപം ഉയരുകയാണ്. 1994-ൽ സംസ്ഥാനത്ത് നിലവിൽ വന്ന ന്യായവില നിയമം ഇതുവരെയും പ്രായോഗികമാക്കിയിട്ടില്ലെന്നും ഇപ്പോൾ പ്രസിദ്ധീകരിച്ച ന്യായവിലയുടെ കരട് ലിസ്റ്റ് പ്രകാരമുള്ള തുക തന്നെ ഇപ്പോഴേ ആധാരങ്ങളിൽ കാണിക്കുവാനാണ് രജിസ്റ്ററിംഗ് ഉദ്യോഗസ്ഥർ കക്ഷികളോടും ആധാരമെഴുത്തുകാരോടും ആവശ്യപ്പെടുന്നതായും, കൂടാതെ ജോയിന്റ് സബ് രജിസ്ട്രാർ തങ്ങളെപ്പറ്റിയും കക്ഷികളെയും മുദ്രപത്രത്തിന്റെ ഒറിജിനാലിറ്റിയുടെ പേരിൽ മാനസികമായി പീഡിപ്പിക്കുന്നുവെന്നും ആധാരമെഴുത്തുകാരുടെ തിരുവനന്തപുരം യൂണിയൻ സെക്രട്ടറി RK ജയൻ CNW ന്യൂസിനോട് പറഞ്ഞു. കരട് ന്യായവില ഇവിടെ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു തിരുവനന്തപുരം. അത് തികച്ചും അശാസ്ത്രീയമാണ്, അപര്യാപ്തവുമാണ്. ചില സ്ഥലങ്ങളിൽ വില വളരെ കൂടിയും ചില സ്ഥലങ്ങളിൽ വില വളരെ കുറഞ്ഞുമാണ് ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പൊ ഈ കരട് വില വന്നപ്പോ നഗരത്തിലെ ചില സബ് രജിസ്ട്രാർമാര് അതിൽ പ്രതിപാദിക്കുന്ന വില വെക്കണമെന്ന് ആധാരമെഴുത്തുകാരെ നിർബന്ധിക്കുകയും കക്ഷികളോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നൊരു പ്രവണതയാണ് ഇപ്പോൾ ഈ ഓഫീസുകളിൽ വരുന്നത്. ഈ വില ഇങ്ങനെ കരട് മാത്രമേ ആയിട്ടുള്ളൂ. ഇത് ആക്ഷേപങ്ങൾ കേട്ട ശേഷം, RDO ആക്ഷേപങ്ങൾ കേട്ട ശേഷം അന്തിമമായി തീരുമാനിക്കുന്ന അവസരത്തിൽ മാത്രം സർക്കാർ നിശ്ചയിക്കുന്ന വില വെച്ചാൽ മതി, ആ വില തീർച്ചയായിട്ടും ഗസറ്റ് വിജ്ഞാപനം വഴി വരേണ്ടതാണ് എന്നൊക്കെ കക്ഷികൾ സബ് രജിസ്ട്രാർമാരോട് ആവശ്യപ്പെടുന്നുണ്ട്. നിയമപ്രാബല്യമില്ലാത്ത കരട് വിജ്ഞാപനം അനുസരിച്ച് സബ് രജിസ്ട്രാർമാര് കക്ഷികളോടും ആധാരമെഴുത്തുകാരോടും കരട് വിജ്ഞാപനത്തിൽ പറയുന്ന വില വെക്കാൻ പറയുന്നത് അശാസ്ത്രീയമാണ്, നിയമവിരുദ്ധവുമാണ്. ഇത് സംബന്ധിച്ച് തിരുവനന്തപുരം സബ് രജിസ്ട്രാർ, ജോയിന്റ് സബ് രജിസ്ട്രാർ കക്ഷികളുടെ മുമ്പേ വെച്ചും ആധാരമെഴുത്തുകാരോടും ഒക്കെ മുദ്രപത്രം ഇങ്ങനെ എടുത്ത് ആകാശത്തോട്ട് വെച്ച് നോക്കി, ഇത് യഥാർത്ഥ മുദ്രപത്രം തന്നെയാണോ, ഇത് വ്യാജമല്ലേ, എനിക്കിത് സംശയമുണ്ട് എന്നൊക്കെ പറഞ്ഞ് തന്റെ മുമ്പിലിരിക്കുന്ന കക്ഷികളെ മാനസികമായി പീഡിപ്പിക്കുന്ന ഒരു വിഷയം ഇന്നോട്ട് ഇവിടെ ഉണ്ടായിരിക്കുകയാണ്. രജിസ്റ്ററിംഗ് ഉദ്യോഗസ്ഥരുടെ ഈ സ്വാർത്ഥ തീരുമാനത്തിനെതിരെ പൊതുജനങ്ങളുടെ ഇടയിലും വ്യാപകമായ പരാതി ഉയരുകയാണ്. എല്ലാം പരിപൂർണമായി പരിശോധിച്ച് അന്തിമമായി തയ്യാറാക്കുന്ന ഒരു ഫെയർവെൽ, ആ ഫെയർവെൽ തീരണമെങ്കിൽ ഹൈക്കോടതി 91-ൽ ഇത് സംബന്ധിച്ചുണ്ടായിട്ടുള്ള വിധി പ്രഖ്യാപനത്തിൽ പറയുന്ന മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ഫെയർവെൽ തയ്യാറാക്കുന്നതിന് റവന്യൂ ഉദ്യോഗസ്ഥരും രജിസ്ട്രേഷൻ ഉദ്യോഗസ്ഥരും തയ്യാറാകണം. അതിന് അങ്ങനെ തയ്യാറാകുന്നതിന് വേണ്ടി, ഈ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഒരു വില്ലേജ് ലെവൽ കമ്മിറ്റിയും ഒരു താലൂക്ക് ലെവൽ കമ്മിറ്റിയും ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. വില്ലേജ് ഓഫീസർ കൺവീനറും പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷനും എന്ന് പറഞ്ഞ്, അത് നമ്മുടെ ഈ ആക്ടിൽ വരുന്നതല്ല, മന്ത്രിയുടെ ഉത്തരവാണ്. അങ്ങനെ പറഞ്ഞിട്ടുള്ള ആ അതിൽ സബ് രജിസ്ട്രാർ, കൃഷി ഓഫീസർ, ബാങ്ക് പ്രസിഡന്റ്, ഈ 3 പേര് അംഗങ്ങളാണ്. ഇത്രയും പേര് ചേർന്ന ആ കമ്മിറ്റി ഈ കരട് വിജ്ഞാപനം തയ്യാറാക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ജിയോളജിക്കൽ ലൈവ് മുതൽ എല്ലാ ഫെസിലിറ്റീസും കണ്ടുകൊണ്ട് തയ്യാറാക്കുന്ന ഒരു ഫെയർ വാല്യൂ ആയിരിക്കണം. അത്തരത്തിൽ കമ്മിറ്റി കൂടിയിട്ടുണ്ടെന്നുള്ളത് സംശയമാണ്. ഉദ്യോഗസ്ഥർ മാത്രം പങ്കാളികളായുള്ള വിലനിർണ്ണയ സമിതി കരട് ന്യായവില തയ്യാറാക്കിയതുകൊണ്ട് ജനങ്ങളെ ഇത് പ്രത്യക്ഷമായി ബാധിക്കുകയാണ്. ജനപ്രതിനിധികളെ കൂടി അംഗങ്ങളാക്കി വിലനിർണ്ണയം നടത്തിയിരുന്നുവെങ്കിൽ ഈ അപാകതകൾ ഒരു പരിധിവരെ പരിഹരിക്കുന്നതിന് കഴിയുമായിരുന്നുവെന്ന് ചൂണ്ടിക്കാണിക്കുന്നതാണ് സാധാരണക്കാരുടെ ഈ പ്രതികരണങ്ങൾ. 5 ലക്ഷം രൂപയൊക്കെയാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ വാങ്ങിച്ച വസ്തുവിന് നാളെ ഒരു സമയം വില കിട്ടില്ലെങ്കിൽ ഗവൺമെന്റ് തരാൻ തയ്യാറുണ്ടെങ്കിൽ നമ്മൾ എടുത്തോട്ട്. അല്ലാതെ ഇത് വലിയ എമൗണ്ടാണ്. ഈ 5 ലക്ഷം രൂപയൊക്കെ വെച്ചാൽ നമുക്കൊരു പെൺകുട്ടിക്ക് എന്തെങ്കിലും നടത്താനോ ഒന്നും നടക്കില്ല. അത് ഒന്നെങ്കിൽ കുറവിതൊന്നും ചെയ്യാൻ നോക്കില്ല, പിള്ളേരൊന്നും ചെയ്യാൻ നോക്കില്ല. പിള്ളേരെ പേരിൽ ഇസ്ലാം എഴുതിയാൽ നമുക്ക് അടയ്ക്കാൻ നോക്കുമോ, തൂക്കമായി പത്രങ്ങൾ വെച്ച് നടത്താൻ നോക്കുമോ? മാനദണ്ഡങ്ങൾ ഒന്നും പാലിക്കാതെ, ഹൈക്കോടതി തന്നെ നിർദ്ദേശിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ ഒന്നും പാലിക്കാതെ വളരെ അന്യായമായിട്ടുള്ള നിരക്കിലാണ് ഇപ്പോൾ പുതിയ വില നിശ്ചയം നടത്തിയിരിക്കുന്നത്. ഉദാഹരണത്തിന് ചാക്കയിൽ എയർപോർട്ടിന് വേണ്ടിയിട്ട് തുടർന്ന് എയർപോർട്ട് വരെ റോഡ് വലുതാക്കുന്നതിന് വേണ്ടിയിട്ടും സ്ഥലമെടുക്കുന്നുണ്ട്. റോഡ് അക്വിസിഷൻ, എയർപോർട്ട് അക്വിസിഷൻ വരുന്ന ഭാഗത്ത് സെന്റിന് 40,000 രൂപ വിലയിട്ടിട്ടുള്ളപ്പോഴത്തേക്ക് അതിന്റെ നേരെ റോഡിന് എതിർഭാഗത്ത് 2 ലക്ഷം രൂപ വില നിശ്ചയം നടത്തിയിട്ടുണ്ട്.